വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. 2027 നടക്കുന്ന സെൻസസുമായി ബന്ധപ്പെട്ട് പല കള്ളക്കളികളും നടക്കുകയാണ്. ഏകദേശം 20 കോടി ജനങ്ങളുടെ പട്ടിക അവരെ പുറത്താക്കാൻ കൃത്യമായ ആസൂത്രണമുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്യൂമറേഷൻ ഫോം, അതായത് സ്വന്തമായിട്ട് സെൽഫ് എന്യൂമറേഷൻ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ VIP-കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളും കേന്ദ്രീകൃതമായിട്ടുള്ള സെൻസസ് ജൂലൈ 1 മുതൽ 30 വരെ എടുക്കുന്ന രീതിയിലേക്കാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണോ SIR നടപടി കൊണ്ടുവന്നത്, ഇലക്ഷൻ കമ്മീഷൻ SIR നടപടിയിലൂടെ ഈ രാജ്യത്ത് എന്ത് സന്ദേശമാണ് കൊടുത്തത്, അത് നമുക്ക് കൃത്യമായി അറിയാം. SIR നടപടിയിലൂടെ നിരവധി പൗരരുടെ വോട്ടവകാശം നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ പിന്നിൽ വലിയ കളികളാണ് കളിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ ഹർജികൾ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. അതിലൊന്നും തീർപ്പ് കൽപ്പിക്കാൻ സുപ്രീം കോടതിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. ചീഫ് ജസ്റ്റിസിൽ നിന്നോ ഡിവിഷൻ ബെഞ്ചിൽ നിന്നോ യാതൊരു നീതിയും പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിലേക്കാണോ പോകുന്നത് എന്ന് കപിൽ സിബലടക്കം മുതിർന്ന അഭിഭാഷകർ, പ്രധാനികളായിട്ടുള്ള ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. നാഷണൽ സെൻസസിലൂടെ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ 180ഓളം എത്തി നിൽക്കുന്നത് നേരെ 130 കുറയ്ക്കാൻ വേണ്ടിയുള്ള നീക്കവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഏതായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ഏതൊക്കെ രീതിയിലായിരിക്കും ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് സെൻസസിന് ശേഷം നടപ്പിലാക്കുക എന്നുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒട്ടനവധി ആശങ്കയ്ക്ക് വകയിരുത്തുന്ന ഒരു കാര്യമാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഐക്യത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ ഇനിയുള്ള ദിവസങ്ങളിൽ കഴിയും. കാരണം കേരളത്തിൽ CPM ഭരണം ഏകദേശം എല്ലാ രീതിയിലും തകർന്നടിഞ്ഞു. CPIM ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ TVK കോൺഗ്രസ് സഖ്യമാണ്. അതായത് ദക്ഷിണേന്ത്യയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആന്ധ്രയിലെ ഭരണമല്ലാതെ മറ്റെല്ലായിടത്തും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളോ ഭരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള BJPയുടെ തന്ത്രപരമായ നിലപാടുകൾക്കെതിരെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഒരുമിച്ച് നിൽക്കും. അവർ ഒരു കൊളീജിയം പോലെ തന്നെ ഐക്യത്തോടെ ആ രീതികളെ എതിർക്കും. ഡീലിമിറ്റേഷൻ നടപടികൾ അങ്ങനെയൊന്നും എളുപ്പത്തിൽ BJPക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാർ ആ സ്ഥാനം ഏറ്റെടുത്തത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു. ഒരു മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എത്രത്തോളം തരം താഴാവുന്ന അവസ്ഥയിലാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ നയങ്ങൾ. കൃത്യമായും പക്ഷപാത രാഷ്ട്രീയത്തോടു കൂടി കളിക്കുന്ന അദ്ദേഹത്തിനെ പോലുള്ള വ്യക്തികൾക്കെതിരെ പിന്നെ ഏതൊക്കെ രീതിയിലാണ് സമരം നടത്താൻ കഴിയുക? അതൊരു വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്.